നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ ഉണ്ട്. എന്താണ് ലൈൻ? ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ വേറെ വല്ല ലൈനിൻ്റെ കാര്യമായിരിക്കാം. പക്ഷെ ആ ലൈനൊന്നും അല്ല ഇത്. നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഈ ഒരു ലൈൻ ഇല്ലാതെ നമ്മൾ ഒരു ദിവസം പോലും ഉറങ്ങത്തില്ല. അങ്ങനത്തെ ഒരു ലൈനാണ്. കൂടുതലാണ്. VMTV ന്യൂസിന്റെ ദ കിങ് ഓഫ് ദ ഡേയുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്വാഗതം പറയുന്നില്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ സ്വാഗതം പറയാൻ താമസിച്ചുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കിയ ആളല്ലേ? പറഞ്ഞോളൂ, സ്വാഗതം പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കിടന്ന് കണ പറയാതെ VMTV ന്യൂസിന്റെ നല്ല കൊച്ചെ VMTVയുടെയാണ്. മാന്യ പ്രേക്ഷകരെ ഞാൻ തിരുത്തുന്നു, VMTV ന്യൂസിന്റെ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ VMTV ന്യൂസിന്റെ അതല്ല, ഞാനും പറഞ്ഞ VMTV ന്യൂസിന്റെ VMTVയുടെ. ഓക്കെ, ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് പറഞ്ഞു തുടങ്ങാം. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ? 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് ഞങ്ങളുടെ കയ്യിലുള്ള ആൻസറോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൻസറോ അയക്കാം. പക്ഷെ കറക്റ്റ് അതുമായിട്ട് ആ ക്വസ്റ്റിനുമായിട്ട് സാമ്യമുള്ള ആൻസർ വേണം അയക്കാനുള്ളത്. അപ്പോൾ 10 ക്വസ്റ്റിന്റെ ശരിയായ ഉത്തരം കമന്റ് വഴി അറിയിക്കുന്നവരെ ഞങ്ങൾ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കിയൊന്നെടുക്കും. അയാളാണ് ഇന്നത്തെ ദ കിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് സംശയം വരും, അപ്പോൾ എന്നാണ് ഈ ഒരു സംഭവം അറിയാൻ പറ്റുന്നത്, ദ കിങ് ആരാണെന്നുള്ളത്. ആശ്രയ സമ്മാന പെരുമഴയുടെ ഒക്ടോബർ 30 നടക്കുന്ന ഞെറുക്കെടുപ്പിനോടൊപ്പം ഞങ്ങൾ ഈ ഒരു ഞെറുക്കെടുപ്പും ചെയ്യുന്നതാണ്. ഓരോ എപ്പിസോഡിന്റെയും ആൾക്കാരെ അന്നത്തെ ദിവസം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ സമ്മാനം നൽകുന്നത് ബാലരാമപുരം കൈത്തറിയുടെ തുണിത്തരങ്ങളാണ്. അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. ഓരോ എപ്പിസോഡിലെയും വിജയെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുന്നതാണ്. നമ്മുടെ ഇവിടെ ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ വരാൻ കഴിയാത്തവർക്ക് ഞങ്ങൾ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കമന്റ് വഴി ദ കിങ് ആകാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും അതേപോലെ കമന്റ് ചെയ്യുന്നവർ പ്രത്യേകം ഫോൺ നമ്പറും കൂടെ നോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കാരണം ഫോൺ നമ്പർ ഇല്ല എങ്കിൽ നമുക്ക് നിങ്ങളെ അറിയിക്കുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മൊബൈലിന്റെ മെയിൽ ഐ ഡി വെച്ച് നമുക്ക് മാക്സിമം അല്ല എങ്കിൽ എല്ലാവരും ഞങ്ങളുടെ എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് കാണാവുന്നതാണ്. കണ്ടുകൊണ്ട് മാത്രമേ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഫോൺ നമ്പറും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിടുക, അല്ലാത്ത പക്ഷെ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഓക്കെ, മലയാളികൾ ഈ ഒരു സാധനം കഴിക്കും. ഹിന്ദിക്കാരാണെങ്കിൽ ഈ ഒരു സാധനം പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കും. എന്താണ്? മലയാളികൾ ദിവസവും അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ ഒരു സാധനം ഇല്ലാതെ മലയാളികൾ ഒരു ദിവസം കടന്നു പോകത്തില്ല. ചിലർക്ക് രാത്രി ഈ ഒരു സാധനം കഴിക്കാതെ ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാധനം അവിടെ തെറ്റിപ്പോയി. മലയാളിയിൽ മാത്രമല്ല, നമ്മുടെ ബംഗ്ലാദേശുകാരും ഇഷ്ടം പോലെ കഴിക്കും. ഇതിൽ കഴിക്കാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാന് അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനക്കാരൊന്നും വലുതായിട്ട് കഴിക്കൂല. എന്നാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മലയാളികൾ തന്നെയാണ്. അതെ, ചിലർക്ക് ഇതൊക്കെ എപ്പോഴേ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. കമന്റിലൂടെ രേഖപ്പെടുത്തും. ഹിന്ദിക്കാർ പോലീസിനെ ഏൽപ്പിക്കണമെങ്കിൽ അതായിരിക്കും. പോലീസ് ആരെ അന്വേഷണം നടക്കുന്നത് അല്ലേ? അതിന് ഹിന്ദിയിലോട്ട് മലയാളം വാക്ക് ഹിന്ദിയിലോട്ട് ആക്കിയപ്പോൾ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴേക്ക് ചാടാൻ പറ്റുന്ന നിറം ഏതാണ്? താഴേക്ക് ചാടാൻ പറ്റുന്ന നിറം. ഈ ഒരു നിറത്തിന് മാത്രമേ ചാടാൻ പറ്റൂ. ഈ ഒരു നിറത്തിന്റെ കൂടെ ചാട്ടം എന്ന് ചേർത്താൽ മതി. ചാട്ടം. ഈ ഒരു ചാട്ടം കാണാൻ നമ്മൾ കൂടെ പോകാറുണ്ട്. വയനാട്ടിലും പിന്നെ ചെറിയ ചെറിയ ചാട്ടങ്ങൾ കാണാനും പോകാറുണ്ട്. ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, തമിഴ്നാട്ടിലൊക്കെ ഇല്ലേ ചാട്ടം? എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു ഇന്ത്യക്കടുത്ത് എല്ലായിടത്തും വിദേശത്തും ഉണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അടച്ചൊക്കെ വെച്ച് ഈ ചാട്ടം. അതെ, അടച്ചൊക്കെ വെച്ച്. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. മാന്യ പ്രേക്ഷകർക്ക് ഉത്തരം പറയൂ, നമുക്ക് പറയാനുള്ള അധികാരമില്ലല്ലോ. എന്തായാലും ഈ ചാട്ടത്തിന്റെ അടിഭാഗത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നല്ല സുഖമാണ്. ഇങ്ങനെ ഒന്നും പറയുന്നില്ല, ഇനി കൂടുതൽ ക്ലൂ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ആൻസർ ആയി പോവും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജ്വല്ലറിയിൽ ഒരാൾക്ക് ജോലി കിട്ടിയ ആളിന്റെ പേര് രാജൻ എന്നാണ്. ഇപ്പൊ രാജന് ജോലി കിട്ടിയിട്ട് രാജൻ ജോലിക്ക് പോയില്ല. അപ്പൊ രവി ഒന്ന് ചോദിച്ചു. അപ്പൊ രാജൻ വിഷമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, ജോലി കിട്ടിയിട്ടും പോകുന്നുണ്ട്. അപ്പൊ രവി ഒന്ന് കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ഈ രാജന്റെ ആൻസർ കേട്ടിട്ടേ രവിക്ക് ചിരിയാണ് വന്നത്. അപ്പൊ ഈ രാജൻ എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്? സ്വർണ്ണക്കടയിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ കൂലിയില്ലാത്ത ജോലിക്ക് ആരും പോകത്തില്ല അല്ലേ? അപ്പോൾ എന്തായാലും സ്വർണ്ണക്കടയിലും കൂലിയും തമ്മിൽ ബന്ധമുണ്ടല്ലോ. അവിടെ ഒരു സംഭവം എഴുതി വെച്ചേക്കുന്നത് കണ്ടു രാജൻ. അതുകൊണ്ടാണ് രാജൻ ജ്വല്ലറിയിൽ പോകാത്തത് ജോലിക്ക്. എന്താണ് കാരണം? അതൊക്കെ ചുമ്മാ എഴുതി വയ്ക്കണതാണ്.
അവിടെ ചെന്ന് ഇങ്ങനെ എഴുതി വെച്ചേക്കുകയും ചെയ്യും, ചെന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത്ര തരണമെന്ന് അവർ പറയും. കൂലി കൂട്ടുകയും ചെയ്യും. അപ്പൊ അവിടെ ഒരു സംഭവം അവിടെ രാജനെ തെറ്റിപ്പോയി. രാജൻ അവിടെ മര്യാദയ്ക്ക് ജോലിക്ക് പോയാൽ മതിയായിരുന്നു. അതെ തന്നെ, രാജന് മനസ്സിലായില്ല, ഇങ്ങനെ എഴുതി വെച്ചെങ്കിലും രാജൻ വിചാരിച്ചു ആ സംഭവം കിട്ടത്തില്ല. അത് വേറെ തൊഴിലിന്റെ കച്ചവടത്തിന്റെ എന്താണ് അവിടെ എഴുതി വെച്ചിരുന്നത് എന്നതിനുള്ള ഒരു പൂർണ്ണ രൂപം എന്തായാലും പ്രേക്ഷകർ ആൻസർ ഞങ്ങൾക്ക് അയച്ചു തരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ പെട്ടെന്ന് കമന്റ് ചെയ്യൂ ഉത്തരം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ജോലിയും താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ചെയ്യാറുള്ളത്, പക്ഷെ ഈ ഒരു ജോലി മാത്രം മുകളിൽ നിന്ന് താഴേക്കാണ് ചെയ്യുന്നത്. ഏത് ജോലി? അതേത് ജോലി എന്ന് പറയാമോ? നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ഈ ഒരു ജോലി എന്തായാലും ഒരാളെ ഏൽപ്പിച്ചിരിക്കും. കാര്യം വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായില്ലേ? ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഈ ഒരു സംഭവം കാണും. അപ്പോൾ അത് എന്ത് ജോലിയാണെന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും ഞാൻ ഈ ഇടയ്ക്ക് ഒരു പറഞ്ഞു. മരണപ്പെട്ടതും ആ ഒരു കുഴി കാരണമാണ്. എന്തായാലും എനിക്ക് മനസ്സിലായി, മാന്യ പ്രേക്ഷകർക്ക് ഇതിന് മുൻപേ മനസ്സിലായി കാണും. അപ്പോൾ അത് ഏത് ജോലി എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഏതൊരു ജോലിയും താഴെ നിന്ന് മുകളിലേക്കാണ് ചെയ്യുന്നത്, പക്ഷേ ഈ ഒരു ജോലി മാത്രം മുകളിൽ നിന്ന് താഴോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ജോലിയാണെന്നുള്ളത് കറക്റ്റ് ആൻസർ അയച്ചു തരിക. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ഇത് കിട്ടുന്നത് വരെ തിരഞ്ഞു നടക്കും, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചങ്ങ് ദൂരെ കളയും. എന്താണ്? പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും കാണാനൊന്നുമില്ല, പക്ഷെ പണ്ടത്തെ കാലത്ത് അമ്മൂമ്മമാരൊക്കെ ഒരു സംഭവം ചെയ്യാറുണ്ട്. ഇതിങ്ങനെ തിരഞ്ഞു നടക്കും. നമ്മൾ കഴിക്കുന്ന സാധനമാണ്, അത് കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രോസസ്സാണ്. അമ്മൂമ്മമാർ അതിനെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് തിരഞ്ഞു നടന്നിട്ട് കിട്ടിക്കഴിയുമ്പോൾ എടുത്ത് വലിച്ചങ്ങ് ദൂരെ കളയും. എന്താണ് സംഭവം? നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ ചെയ്ത ശേഷമാണ് വീട്ടിൽ എന്തെങ്കിലും ഇതിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ അതിലെടുത്ത് വെച്ച് പാചകം ചെയ്യുന്നത്. ഈ ഒരു സാധനം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എല്ലാവരും ദിവസം ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കളഞ്ഞു മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ? കുഴപ്പിക്കുന്ന ചോദ്യമൊന്നുമില്ല. എന്തായാലും പ്രേക്ഷകർക്ക് ഇതിന്റെ ആൻസർ മനസ്സിലായി കാണും. മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും മനസ്സിലായി കാണും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ടാണ്? ഇതൊരു കുസൃതി ചോദ്യമാണ്, GK ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ കുസൃതിപരമായിട്ടുള്ള രസകരമായ രീതിയിൽ നിങ്ങൾ ആൻസർ തരിക. പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി മരിച്ചപ്പോഴത്തേക്ക് എന്നും എങ്ങനെയാണോ നിങ്ങൾ അടയ്ക്കുന്നത് അതേപോലെ അടച്ചു. അതെ, എന്നും എങ്ങനെയാണോ അടയ്ക്കുന്നത് അതേപോലെ അടച്ചു. അപ്പോൾ എങ്ങനെയാണോ പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടയ്ക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ആൻസർ എന്തായാലും പ്രേക്ഷകർക്ക് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് മനസ്സിലായി കാണും. ആൻസർ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ ഉണ്ട്. എന്താണ് ലൈൻ? ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ വേറെ വല്ല ലൈനിൻ്റെ കാര്യമായിരിക്കാം, പക്ഷെ ആ ലൈനൊന്നും അല്ല ഇത്. നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഈ ഒരു ലൈനില്ലാതെ നമ്മൾ ഒരു ദിവസം പോലും ഉറങ്ങത്തില്ല. അങ്ങനത്തെ ഒരു ലൈനാണ്. എന്തായാലും ആൻസറിൽ ഒരു ലൈൻ വരുന്നുണ്ട്. ഈ ഒരു ലൈൻ ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല. ഒരു ദിവസം ഇതൊന്ന് കട്ടായുണ്ടല്ലോ, പിന്നെ തീർന്നു അന്നത്തെ ആ ഒരു ജീവിതം. ഇത്ര ദുഷ്കരമാണ്. എന്തായാലും ആ ഒരു ലൈൻ ലോകത്തെ എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആ ഒരു ലൈൻ എന്താണെന്ന് പ്രേക്ഷകർക്ക് എപ്പോഴേ കത്തിക്കാണും അല്ലേ? എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് എപ്പോഴേ മനസ്സിലായി. നിങ്ങൾ ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തും. അത് 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം എന്താണ്? കൂടെ എൻ്റെ അമ്മ ഈ ഒരു ദേശം തരാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ദേശം മറ്റുള്ളവർ തരുമായിരിക്കും, പക്ഷെ നമ്മൾക്ക് ആർക്കും ഈ ഒരു ദേശം ഇഷ്ടമേ അല്ല. ദേശം എന്ന് പറഞ്ഞപ്പോൾ ദോശയാണ്. ഞാനൊരു കാര്യം പറയാം. ദേശം പറയുന്നൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ദേശത്തിന്റെ ഫ്രണ്ടിൽ 2 അക്ഷരം കൂടെ ചേർത്താൽ മതി. 2 അക്ഷരം കൂടെ ദേശത്തിന്റെ ഫ്രണ്ടിൽ 2 അക്ഷരം കൂടെ ചേർത്തങ്ങ് വായിക്കുമ്പോഴത്തേക്കും ആൻസറായി. ആർക്കും ഇഷ്ടമല്ലാത്ത ദേശം എന്താണ്? ആർക്കും ഇഷ്ടമല്ല. ആരെയും ഇങ്ങനെ നന്നാവാൻ വേണ്ടി തരുന്നതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അയ്യോ തൊഴുമ്പ്. തൊഴുമ്പ്. അതെന്തൊരു വാക്ക്?
ഓ മൈ ഗോഡ്, എനിക്കറിയത്തില്ലേ ഇതൊന്നും. എന്തായാലും ഇതൊക്കെ ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയാണ്. തിരുവനന്തപുരം ഭാഷയിൽ ഞങ്ങൾ അങ്ങനെ പലതും പറയും. ഞാനും തൊഴുമ്പ്, കഴമ്പ്, ഇതൊക്കെ തിരുവനന്തപുരം ഭാഷയാണ്. കേട്ടിട്ടില്ല. എന്തായാലും നമുക്ക് 10ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. അവർ തന്നെ ചോദിക്കും ഇതൊക്കെ എന്തോന്ന് ഇങ്ങനെ അലച്ചോണ്ടിരിക്കാതെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 100 പടികളുള്ള ഒരു കോണിയിൽ നിന്നും ഒരാൾ വീണു, എന്നിട്ടും അയാൾക്ക് പരിക്കൊന്നും പറ്റിയില്ല, കാരണം 100 പടികളുള്ള ഒരു കോണിയിൽ നിന്നും ഒരാൾ വീണു, പക്ഷെ വീണിട്ടും അയാൾക്ക് പരിക്കൊന്നും സംഭവിച്ചില്ല, കാരണം എന്ത്? 100 കോണികളുള്ള ഒരു പടിയിൽ നിന്ന് ഒരാൾ വീണു. 100 പടികളുള്ള കോണി. കോണിയിൽ എവിടെ പടിയുള്ളത്? പടിയിലല്ലേ കോണിയുള്ളേ? കോണിയിലല്ലേ പടി? ഏതെങ്കിലും ഒന്ന് പറയും. അത് തന്നെ, കോണിയിൽ 100 കോണിയാണ്, പടിയാണ്. 100 പടികൾ ഉള്ള ഒരു കോണി. ഏണി. കോണി എന്നും പറയും. അതും തിരുവനന്തപുരംകാരുടെ ഭാഷയാണ്. കിഴക്കൊക്കെ അറിയാവൂ, കോണി കേട്ടിട്ടില്ല. അപ്പോൾ ഈ കോണിയിൽ നിന്നും ഒരാൾ വീണു, പക്ഷെ അയാൾക്ക് പരിക്കൊന്നും പറ്റിയില്ല, കാരണം എന്ത്? പറയും പ്രേക്ഷകരെ, പറയും. അയാൾ 100 പടികളുണ്ട്, പക്ഷെ അതിൽ ഏത് പടിയിൽ നിന്നാണ് അയാൾ വീണതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരിക്കില്ലാത്ത ഏതോ പടിയിൽ നിന്നായിരിക്കും വീണിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന്. അതെ, മടി കൂടാതെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തു. അപ്പോൾ ഇന്നും 10 ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെ കമന്റിലൂടെ നൽകിയിട്ട് എനിക്കും കിങ് ആവണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും ആർക്കാണോ ഭാഗ്യം ലഭിക്കുന്നത് അവർക്ക് കിങ് ആകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്നും നിങ്ങൾക്ക് തന്നെ കിങ് ആകാനുള്ള ഒരു സുവർണ അവസരമാണ് ഞങ്ങൾ തരുന്നത്. അപ്പോൾ എല്ലാ എപ്പിസോഡിലും കമന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ഭാഗ്യം വെച്ചാൽ ഈ വരുന്ന 30-ാം തീയതിയിലെ ഏകദേശം ഒരു 5 കിങ്ങെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ആവാൻ സാധിക്കും. അതെ. അപ്പോൾ ഇന്ന് 9 എപ്പിസോഡ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 80 എപ്പിസോഡിൽ നിന്ന് 9 രാജാക്കന്മാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. 9 പേർക്കാണ് ബാലരാമപുരം കൈത്തറി നൽകുന്ന അതിമനോഹരമായ തുണിത്തരങ്ങൾ. നിങ്ങൾക്ക് വന്നു വേണമെങ്കിൽ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തപാൽ വഴി അയക്കുകയും ചെയ്യാം. എന്തായാലും കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ഓർമ്മിക്കാനുള്ളൊരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ മെൻഷൻ ചെയ്ത് മാത്രമേ കമൻറ്റ് അയക്കാൻ പാടുള്ളൂ. എങ്കിലേ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും കിട്ടുന്ന നമ്പർ വേണം. അതെ. എന്തായാലും ഞങ്ങളുടെ VMTVക്കൊപ്പം അല്പനേരം നിങ്ങൾ ചെലവഴിക്കണം ഓരോ നിമിഷവും. കാരണം ഈ ജീവിത പിരിമുറുക്കങ്ങൾക്കിടയിൽ പോലും അല്പനേരം ചിരിക്കുവാനും അതോടൊപ്പം തന്നെ ചിന്തിക്കുവാനുമാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.